സമ്പോധ് ഫൗണ്ടേഷൻ കേരള ചാപ്റ്ററിൻ്റെ മുഖ്യ ആചാര്യനായ സംപൂജ്യസ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ഉണ്ണിച്ചക്കം വീട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ശേഷം നവരാത്രി ദിനത്തിൽ ജഗദംബിയെ ആരാധിക്കുന്നതിൻ്റെ മേന്മയെപ്പറ്റി പറയുന്നത് കേൾക്കൂ. എന്ന് ആരാധിക്കുന്നു. എങ്ങനെയാണോ സകല തിരമാലകൾക്കും സമുദ്രം കാരണമായിരിക്കുന്നത്, ആധാരമായിരിക്കുന്നത്, എല്ലാ തിരമാലകളിലും സമുദ്രം വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്, എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഈശ്വര തത്വത്തെ അമ്മയായി കണ്ട് ആരാധിക്കാൻ അനുവാദം നൽകുന്ന പ്രത്യേക ഉത്സവമാണ് നവരാത്രങ്ങളിലായിട്ട് ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. അമ്മയെ എന്നാലോചിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടുതൽ സൗകര്യമാണ്, എളുപ്പമാണ്. നമ്മുടെ അമ്മയ്ക്ക് പല പരിമിതികളുണ്ടാവും. അമ്മയ്ക്ക് പരിമിതി ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മക്കളാകെ തകർന്നു പോകും. പക്ഷെ അമ്മയിലൂടെ ജഗദംബയെ ആരാധിക്കാൻ അനുവദിച്ചിട്ട് സ്വന്തം അമ്മയെ ആരാധിക്കുമ്പോൾ അമ്മയിലൂടെ അമ്മയുടെ അമ്മ, ആ അമ്മയുടെ അമ്മ, ഇങ്ങനെ വാസ്തവത്തിൽ ജഗദീശ്വരിയെ തന്നെയാണ് ആരാധന. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെലവഴിച്ചു. ഇനി നമുക്ക് സാക്ഷാൽ സരസ്വതി ദേവി അറിവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഏത് ചുറ്റുപാടുകളും എന്തൊന്ന് അറിഞ്ഞാലാണോ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അറിവുണ്ടായിരിക്കുക. ആ അറിവ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ അനശ്വരമായ അക്ഷരതത്വത്തെ പ്രാപിക്കാൻ അക്ഷരസ്വരൂപിയെ